ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂഫിക്സ് അക്കാദമി. ഇഗ്നോയുടെ 2026 ജൂൺ ടേം ആൻഡ് എക്സാമിനേഷന്റെ രജിസ്ട്രേഷൻ മാർച്ച് 10 മുതൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേറ്റ് ജനറലി വന്നിട്ടുണ്ടായിരുന്നത് ഏപ്രിൽ 10 ആയിരുന്നു. എന്നാൽ ഇത് ഏപ്രിൽ 26 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് ലേറ്റ് ഫീ. വിത്തൗട്ട് ലേറ്റ് ഫീ ആയിട്ട് ഏപ്രിൽ 26 വരെ ഇഗ്നോ യൂണിവേഴ്സിറ്റി അതിന്റെ എക്സാം രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ആരെങ്കിലും ഇനിയും എക്സാം രജിസ്ട്രേഷൻ ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. പലരും എക്സാം രജിസ്ട്രേഷൻ ചെയ്യാത്തതിന്റെ കാരണം അടുത്തുള്ള സ്റ്റഡി എക്സാം സെന്ററിൽ സീറ്റ് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒന്നോ രണ്ടോ സബ്ജക്റ്റുകൾക്ക് അവൈലബിൾ അല്ല സീറ്റ് എന്നുള്ള കാരണം കൊണ്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കിട്ടിയ സീറ്റുകൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇനിയും നമ്മൾ സീറ്റ് അധികരിപ്പിക്കുക അല്ലെങ്കിൽ പുതിയ സെന്റേഴ്സുകൾ അവൈലബിൾ ആവും എന്ന പ്രതീക്ഷയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ 8 അല്ലെങ്കിൽ 7 4 6 സബ്ജക്റ്റുകൾ ഒരു വർഷത്തിൽ ഓരോ സെമ്മിലോ പഠിക്കേണ്ടതുണ്ടായിരിക്കും, എക്സാം എഴുതേണ്ടതുണ്ടായിരിക്കും. അതിൽ മുഴുവനായിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കിട്ടുന്ന സബ്ജക്റ്റുകൾക്ക് നിങ്ങളുടെ അടുത്തുള്ള സെന്ററിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നിങ്ങൾക്ക് ഇനി ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് മറ്റൊരു എക്സാം സെന്റർ യൂണിവേഴ്സിറ്റി നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. അതിലേക്ക് വീണ്ടും ഈ എല്ലാ സബ്ജക്റ്റുകളും അതിലേക്ക് രജിസ്ട്രേഷൻ എക്സാമിന്റെ ഒന്നുകൂടെ രജിസ്ട്രേഷൻ ചെയ്യാം, ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പോസിബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ, ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്സാം സെന്ററിൽ കിട്ടുന്ന സബ്ജക്റ്റുകൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അത്രയും സബ്ജക്റ്റുകൾ ചിലപ്പോൾ 2 ദിവസം 3 ദിവസം കൊണ്ട് അവിടെയും ആ ഒരു സബ്ജക്റ്റുകളുടെ സീറ്റുകൾ കൂടി നമുക്ക് അൺഅവൈലബിൾ ആവും, ഫില്ലായി മാറും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിനും ഒരൊറ്റ സബ്ജക്റ്റും ഈ വർഷം അല്ലെങ്കിൽ ഈ ഒരു സെമ്മിൽ എഴുതാൻ സാധിക്കാതെ വരും. അത്തരത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള കിട്ടുന്ന സബ്ജക്റ്റുകൾക്ക് ആദ്യം രജിസ്റ്റർ ചെയ്ത് വെക്കുക. ദെൻ യൂണിവേഴ്സിറ്റി സീറ്റ് വർദ്ധിപ്പിക്കുമ്പോഴോ പുതിയ സെന്റേഴ്സ് പുതിയത് കൊണ്ടുവരുമ്പോഴോ നിങ്ങൾക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, ഈ എല്ലാ സബ്ജക്റ്റുകളും അതുപോലെ തന്നെ ആ ഒരു സെന്ററും തിരഞ്ഞെടുത്ത് അതിലേക്ക് നിങ്ങളുടെ എക്സാം ചേഞ്ച് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സെന്റേഴ്സിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. അപ്പൊ ഇനിയും എക്സാം രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ളവര് ചെയ്യാത്തവര് നിങ്ങൾ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് കണക്ട് ചെയ്യുക. ഞങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്ത് തരുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാട്സപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ജോയിൻ ചെയ്യുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സുകൾ ഞങ്ങൾ അറിയിക്കുന്നതാണ് ഇത്തരം ഗ്രൂപ്പുകളിൽ.